കോട്ടയം അയർകുന്നത്ത് അമ്മയും മക്കളും ആത്മഹത്യ ചെയ്ത സംഭവത്തിലേക്ക് പോകാം. അതിൽ അറസ്റ്റിലായ ജിമ്മിയെയും ജോസഫിനെയും ഇന്ന് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുന്നുണ്ട്. ഇന്നലെയാണ് ഇരുവരെയും ഏറ്റുമാനൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഗാർഹിക പീഡനം, ആത്മഹത്യാ പ്രേരണ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയായിരുന്നു ജിസ്മോളുടെ ഭർത്താവിനെയും ഭർത്തൃപിതാവിനെയും അറസ്റ്റ് ചെയ്തത്. ഗോകുലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. നമുക്കൊപ്പം ഗോകുൽ, ഗുഡ് മോർണിംഗ്. ഒരു നാടിനെ ആകെ കണ്ണീരിലാക്കിയതായിരുന്നു ഈ മരണം, ഇവരുടെ മരണം. എല്ലാ കാലങ്ങളിലും എന്തൊക്കെ പ്രതിസന്ധി വന്നാലും ഈ നിൽക്കുന്ന ജിസ്മോൾക്ക് എന്തുകൊണ്ട് ഇതിനെ അതിജീവിക്കാൻ പറ്റിയില്ല എന്ന് പലരും ചോദിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതുമാണ്. ഇന്നിപ്പോൾ എങ്ങനെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള പോലീസിന്റെ തുടർ നടപടികൾ? സേതു, ഇന്നലെ വൈകിട്ട് ഏകദേശം ഒരു 5:30 മണിയോട് കൂടിയിട്ടാണ് ഈ മരിച്ച ജിസ്മോളുടെ ഭർത്താവ് ജിമ്മിയുടെയും ഭർത്തൃപിതാവ് ജോസഫിൻ്റെയും അറസ്റ്റ് ഏറ്റുമാനൂർ പോലീസ് രേഖപ്പെടുത്തുകയുണ്ടായത്. ഇന്നലെ ഉച്ചയോടുകൂടി അവരെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി. അതിനുശേഷം മണിക്കൂറുകളോളം ചോദ്യം ചെയ്തതിന് ശേഷമാണ് അറസ്റ്റ് നടപടികളിലേക്ക് പോലീസ് കടന്നിട്ടുള്ളത്. അതിനുശേഷം ഇപ്പോൾ ഇന്നെന്തായാലും ഇരുവരെയും മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി ബാക്കി തുടർ നടപടികൾ സ്വീകരിക്കാനാണ് പോലീസ് തയ്യാറെടുക്കുന്നത്. 10 മണിയോടുകൂടി ഇവരുടെ ആരോഗ്യ പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് ഇവരെ സ്റ്റേഷന് പുറത്തേക്ക് ഇറക്കുമെന്നാണ് നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അതിനുശേഷം ഒരുപക്ഷെ ഇന്ന് കോടതി അവധിയായതുകൊണ്ട് മജിസ്ട്രേറ്റിൻ്റെ വീട്ടിലായിരിക്കും ഹാജരാക്കുന്നുണ്ടാവുക എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. നിലവിൽ ആത്മഹത്യാ പ്രേരണ, അതോടൊപ്പം തന്നെ ഗാർഹിക പീഡനം തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയിട്ടാണ് രണ്ടുപേരുടെയും അറസ്റ്റ് ഏറ്റുമാനൂർ പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്നലെ അടക്കം ഇവരുടെ ഫോണുകൾ പോലീസ് വിശദമായിട്ട് പരിശോധിച്ചു. ഒപ്പം മരിച്ച ജിസ്മോളുടെ ഫോണിലെ വിവരങ്ങൾ നേരത്തെ തന്നെ പോലീസ് പരിശോധിച്ചിട്ടുണ്ടായിരുന്നു. ആ ഫോണുകളുടെ പരിശോധനയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് നിലവിൽ രണ്ടുപേരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ശബ്ദ സന്ദേശം അടക്കമുള്ള കാര്യങ്ങൾ ഈ ഫോണുകളിൽ നിന്ന് കണ്ടെടുക്കാനായിട്ട് പോലീസിന് സാധിച്ചിട്ടുണ്ട്. ഇതിൽ നിന്നും ജിസ്മോള് ഈ ജിമ്മിയുടെ വീട്ടിൽ വെച്ച് ക്രൂരമായിട്ടുള്ള ഇത്തരത്തിൽ ഗാർഹിക പീഡനത്തിനും അതോടൊപ്പം തന്നെ മറ്റു രീതിയിലുള്ള ഉപദ്രവങ്ങൾക്കുമൊക്കെ ആക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പോലീസിന് ബോധ്യമായതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഇത്തരത്തിലുള്ള നടപടികളിലേക്ക് എന്തായാലും പോലീസ് കടന്നിരിക്കുന്നത്. നേരത്തെ തന്നെ ജിസ്മോളുടെ കുടുംബം ഇതുമായി ബന്ധപ്പെട്ട് ആരോപണം ഉന്നയിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ജിസ്മോളുടെ അച്ഛനടക്കമുള്ള കുടുംബാംഗങ്ങൾ കോട്ടയം ജില്ലാ പോലീസ് മേധാവിക്കും അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി കോട്ടയം ജില്ലയിലെത്തിയപ്പോൾ മുഖ്യമന്ത്രിക്ക് നേരിട്ടും ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. ഏറ്റുമാനൂർ പോലീസിൻ്റെ അന്വേഷണം ആദ്യഘട്ടം മുതൽ ഉണ്ടെങ്കിൽ പോലും ആ അന്വേഷണം അത്ര കാര്യക്ഷമമല്ല എന്നുള്ള ആരോപണവും കുടുംബത്തിലുണ്ടായിരുന്നു. ആ കാര്യങ്ങളും പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെയാണ് ഏറ്റുമാനൂർ പോലീസ് ഈ ഭർത്താവിനെയും ഭർത്തൃപിതാവിനെയും വിളിച്ചു വരുത്തി ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന നടപടി അടക്കം ഉണ്ടായിരിക്കുന്നത് എന്ന് വേണം നമുക്ക് നോക്കിക്കാണാനായിട്ട്. എന്തായാലും അതുകൂടാതെ തന്നെ ഈ ജിസ്മോളുടെ ഭർത്തൃമാതാവിനെതിരെയായിട്ടും ഈ കുടുംബം ആരോപണം ഉന്നയിച്ചിരുന്നു. പക്ഷേ ഭർത്തൃമാതാവിനെതിരായിട്ട് കൃത്യമായിട്ടുള്ള തെളിവുകൾ ഇതുമായി ബന്ധപ്പെട്ട് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളൊരു നിരീക്ഷണം പോലീസിന് ഉണ്ട്. എന്തായാലും ഈ ഭർത്താവിനും ജിമ്മിക്കും ജോസഫിനും എതിരായിട്ടുള്ള തെളിവുകൾ കൃത്യമായിട്ട് ലഭിച്ചിട്ടുണ്ട് എന്നും ഏറ്റുമാനൂർ പോലീസ് നമ്മളെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. ഇന്നിപ്പോൾ ഒരുപക്ഷെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുമ്പോൾ റിമാൻഡിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള സാധ്യതകളും ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. അതോടൊപ്പം തന്നെ കൂടുതൽ ബന്ധുക്കളുടെ അടക്കം മൊഴിയെടുക്കുന്ന നടപടികളും ഇതിനോടനുബന്ധമായിട്ട് നടന്നു വരികയാണ്. ഓക്കെ ഗൂഗിൾ, വ്യക്തമാണ്. അപ്പോൾ ആ കേസിലെ നടപടിക്രമങ്ങൾ ഇനി എങ്ങനെയൊക്കെയാണെന്ന് പറയുകയായിരുന്നു ഗോകുൽ. കഷ്ടമായി ഇപ്പോൾ 2 കുഞ്ഞു മക്കളും അല്ലേ. ഈ പ്രതികൾക്കൊക്കെ കടുത്ത ശിക്ഷയൊക്കെ ഉണ്ടാവട്ടെ. കാരണം ഈ ഭർത്തൃപീഡനം, ഗാർഹിക പീഡനത്തെയൊക്കെ തുടർന്ന് ഓരോ വർഷവും ഒക്കെ നമ്മുടെ സംസ്ഥാനത്തും നമ്മുടെ രാജ്യത്തുമൊക്കെ എത്ര സ്ത്രീകൾക്കാണ്, എത്ര പേർക്കാണ് ജീവൻ നഷ്ടപ്പെടുന്നത്. കുറ്റവാളികൾക്ക് കടുത്ത ശിക്ഷ തന്നെ ഉണ്ടാവുകയും വേണം ഈ വിഷയത്തിലൊക്കെ.